ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എൻ്റെയും ചേച്ചി നേരത്തെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീച്ചിട്ടില്ല കേട്ടോ. എനിക്ക് 8 മണിക്ക് ക്ലാസ് ഉള്ളതാണ്. എന്നിട്ടും ഞാൻ എണീറ്റില്ല. അമ്മ എന്നെ ഒരു 6:45 ആകുമ്പോൾ വന്ന് വിളിക്കുകയാണെന്ന് കേട്ടോ. അപ്പം അമ്മ ചായ വെക്കാൻ പോയി. ഏച്ചി കസേരമ്മൽ ഇരുന്നിട്ട് പല്ല് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏച്ചി പല്ല് തേച്ച് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആ ക്ഷീണത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പേസ്റ്റ് ബ്രഷിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എണീക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ. അപ്പം ഞാൻ ചിരിക്കുന്നുണ്ട് ക്യാമറയിൽ നോക്കിയിട്ട്. അപ്പോഴത്തേക്കും അമ്മ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം കാപ്പി പഞ്ചസാരയൊക്കെ ഇട്ടു കാപ്പി ആക്കുകയാണ്. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. കുളിക്കാൻ പോയതിന് ശേഷം കുളിച്ചിട്ട് വരുന്നു. അപ്പം കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊട്ടെടുക്കുകയാണ് കേട്ടോ. ഒരു ഡപ്പയിനകത്ത് പൊട്ടാക്കി വെച്ചിട്ട് പൊട്ടെടുക്കുകയാണ്. ഞാനിങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും അധികം ഇടാറില്ല. ക്രീമും പൗഡറൊന്നും ഇടാറില്ല കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു പൊട്ടേക്കും. അമ്മ കാലം പൊട്ടോ ഒരു പൗഡറും ഇട്ടിട്ട് പോയിക്കൂടെ ഇടയിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ചേച്ചി കുളിക്കാൻ പോയി. ചേച്ചി കുളിച്ചു വന്നു. ചേച്ചി പിന്നെ അങ്ങനെയല്ല, ക്രീം പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തേക്കും. അപ്പോഴത്തേക്ക് ഞാൻ മുടിയുടെ ചിക്ക് കളയായിരുന്നു കേട്ടോ. ചിക്ക് കളഞ്ഞാൽ അമ്മക്ക് വാരാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ചിക്ക് കുടുങ്ങിയിട്ട് ഭയങ്കര വേദനയായിരിക്കും. അപ്പോഴത്തേക്കും ചേച്ചി ക്രീമൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാനും ചേച്ചിയും ചായ അടിക്കാൻ പോയി. ദോശയും കടലക്കറിയായിരുന്നു. ഞാനും ചേച്ചിയും വാച്ചിൻ്റെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കാറുന്നത്. ചേച്ചീൻ്റെ വാച്ചിൻ്റെ പട്ട പൊട്ടിയിട്ട് എൻ്റെ വാച്ച് കെട്ടിയിട്ടാണ് ചേച്ചി സ്കൂളിൽ പോക്ക്. അപ്പോൾ പട്ട എവിടുന്നാണ് ശരിയാക്കുന്നതെന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കാപ്പി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴാണ് കേട്ടോ കുടിക്കാറ്. അപ്പം 8 മണിയായി. അമ്മ എനിക്ക് മുടി കെട്ടി തരികയാണ് കേട്ടോ. 2 ഭാഗം മടഞ്ഞിട്ടിട്ട് പോകണം. അത് ഞങ്ങളുടെ സ്കൂളിൽ റൂളുണ്ട്. 2 ഭാഗം മടഞ്ഞിട്ട് പോകണം. റിബൺ കാര്യങ്ങളൊന്നും കെട്ടണ്ട. 2 ഭാഗം മടഞ്ഞിട്ടിട്ട് പോകണം. അതാണ് സ്കൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബാഗൊക്കെ ഇട്ടിട്ട് പോവാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ അതൊക്കെ അമ്മേനോട് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടാറ്റ കൊടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഞങ്ങളുടെ അവിടെ മഴ പെയ്തതുകൊണ്ട് ഭയങ്കര ചളിയാണ് കേട്ടോ. ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചളിയായതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചി സെൽഫ് എടുക്കുന്നുണ്ട് കേട്ടോ. മുടി വരുന്നത് ക്യാമറയിൽ സെൽഫ് എടുക്കുകയാണ്. അപ്പം അമ്മ എന്നെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചേച്ചീൻ്റെ മുടി കെട്ടിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് സ്കൂളിൽ 2 ഭാഗം മുടി കെട്ടി വൈറ്റ് റിബൺ കെട്ടണം. അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്തുണ്ടാവും. ചേച്ചീൻ്റെ കഷ്ണം മുടി ആയതുകൊണ്ട് തന്നെ അമ്മ സൈഡിൽ നിന്നൊക്കെ എടുത്ത് പിരിച്ച് കെട്ടിയിട്ടാണ് കേട്ടോ ചേച്ചിക്ക് മുടി കെട്ടിക്കൊടുക്കാറ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാട്ടി ഇതാക്കി മുടി അങ്ങനെ കെട്ടി അമ്മ റിബൺ കെട്ടി കൊടുക്കുകയാണ്. ചേച്ചിക്ക് സ്കൂളിൽ പോകുമ്പോൾ ചന്ദനം മസ്റ്റാണ് കേട്ടോ. പിന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുടി ഇളക്കലും, അത് 2 ചേച്ചിക്ക് മെയിനാണ് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ ചേച്ചി പോവാണ്, ബാഗൊക്കെ എടുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. നല്ല ചളിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് ഇന്നാളായിരുന്നു ഇവിടെ കുഴിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചളിയായിരുന്നു. തെന്നി പോകുന്നുണ്ട്, നടക്കാൻ വരെ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. വണ്ടിയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ചളിയായിരുന്നു കേട്ടോ. തെന്നിപ്പോവും. ഞാൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ തെന്നിപ്പോയിട്ടോ. നടക്കുമ്പോൾ വരെ തെന്നിപ്പോകുന്നു ഞങ്ങൾ. പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ഇതാ ചേച്ചി എങ്ങനെയൊക്കെയോ നടന്നിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ചേച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി. അപ്പോഴത്തേക്കും ഉച്ചയപ്പോഴത്തേക്കും ഞാൻ വന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാൻ യൂണിഫോമൊക്കെ അഴിച്ചു. അപ്പോൾ ഇനി ചായ കുടിക്കണം. അമ്മ ഇലയട ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലയട ആക്കിയിട്ടുണ്ടായിരുന്നു. ചായക്ക് കടി അതായിരുന്നു. അപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പാലൊഴിച്ചു. പാലൊഴിച്ചതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ കപ്പിലേക്കൊക്കെ പാർന്നിട്ടുണ്ട്. കപ്പിൽ പാർന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇലയുടെയും ചായയാണ് കേട്ടോ കുടിക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇലയട. അപ്പോഴത്തേക്കും ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കക്ക് കളിക്കുമായിരുന്നു കേട്ടോ.
കല്ലെറിഞ്ഞിട്ട് കള്ളിയിൽ കളറ് കട്ടയായതുകൊണ്ട് തന്നെ ഏത് കളറിലാണ് വീഴുന്നത് ഇതാകുമ്പോഴത്തേക്ക് അവനും പെട്ടെന്ന് മനസ്സിലായി. അവൻ വീശിയിട്ടാണ് കേട്ടോ എറിയുന്നത്. വീശി എറിയുന്നതുകൊണ്ട് തന്നെ അവന് കുറേ സമയം ഇങ്ങനെ കുത്തി നടക്കുമ്പോഴത്തേക്ക് വീഴാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ വീശി എറിയല്ലേ, അപ്പോൾ നീ വീഴും, അപ്പോൾ ഇതേപോലെ എറിഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ അവന്. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ച് ഇങ്ങനെ ടയേർഡായി. അപ്പോഴത്തേക്കും ചേച്ചി വന്നു കേട്ടോ. തുള്ളിച്ചാടിയൊക്കെ ചേച്ചി വന്നു. അപ്പോൾ ചേച്ചി കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ഞാൻ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ചിട്ട് ഫുള്ളും ചുറ്റിയിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ ചേച്ചിയുടെ അടുത്ത് പോയി. ചേച്ചി റിബണൊക്കെ അയച്ചിട്ട് സ്കൂളിലത്തെ വിശേഷം അമ്മേനോട് പറയാണ്. ഇന്നെന്തോ പ്രത്യേക ഡേ ആയിരുന്നു, അവർക്ക് NCCൻ്റെ എന്തോ ഭാഗമായിട്ട് എന്തൊക്കെ മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി അമ്മയോട് പറയാൻ കേട്ടോ. എന്തോ റാങ്കൊക്കെ കിട്ടിയെന്ന് പറയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുക്കളയ്ക്ക് പോയിട്ട് ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. ഞങ്ങൾക്ക് കുഞ്ഞു ഉണ്ണിയപ്പമാണ് കേട്ടോ ഇഷ്ടം, വലുത് ഇഷ്ടമല്ല. വലുത് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടും. അപ്പം അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. തേങ്ങാക്കൊത്ത് തീരെ ഇഷ്ടമല്ല. തേങ്ങാക്കൊത്ത് വായിൽ വന്നാൽ ഞാൻ തുപ്പിക്കളയും. അപ്പം കുഞ്ഞ് നെയ്യപ്പാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഞാൻ അവിടെ നിന്ന് നെയ്യപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് സ്കൂളിലത്തെ വിശേഷം പറയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മാത്സ് ക്ലബ്ബായിരുന്നു. മാത്സ് ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അതിൽ കാണിച്ച കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ബോർഡിനെ കുറിച്ചൊക്കെ എന്തെല്ലോ അമ്മയോട് പറയാൻ കേട്ടോ. അപ്പം ഞാൻ അമ്മേനെ വെറുപ്പിക്കുന്നതാണ്. അപ്പോഴത്തേക്കും ചേച്ചി കുളിച്ച് വന്നു. ചേച്ചി അട കഴിക്കുകയാണ്, അടയും ചാഴയും. അപ്പോൾ അമ്മേച്ചി ചോദിച്ചു എനിക്ക് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഞാനൊരു ചെറിയ ദേശത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ഇവിടെ ശാസ്താംകോട്ട ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ആദ്യ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അമ്മേനോട് ഞാൻ ചോദിച്ചു, അമ്മയെ നമുക്ക് പോകാമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് പോകണ്ട, നാളെ പോകാമെന്ന്. അതിൻ്റെ ദേശത്തിലാണ് കേട്ടോ ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ 7:15 ആകുമ്പോഴത്തേക്കും ഞാനും ചേച്ചിയും പഠിക്കാനിരുന്നു. അപ്പം ഞാൻ സയൻസാണ് പഠിക്കുന്നത്. ചേച്ചി നോട്ട്സ് എഴുതാണ് കേട്ടോ, സാൻസ്ക്രിറ്റ് നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പഠിച്ച് കഴിഞ്ഞു. അപ്പോൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാണ്, ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.